അതേസമയം തിരുവനന്തപുരത്ത് സമരാനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം തുടരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, 10 മണിയോടുകൂടി പ്രതിഷേധ പ്രകടനമായി തന്നെ മുന്നോട്ട് പോകും എന്നതായിരുന്നു സമരാനുകൂലികൾ അറിയിച്ചിരുന്നത്. പ്രതിഷേധ പ്രകടനം തുടരുകയാണ്. എന്താണ് വിവരങ്ങൾ? കടകൾ അടപ്പിച്ച മുന്നോട്ട് പോകുന്നത് കോളേജ് ജംഗ്ഷനിലെ സമരക്കാർ എല്ലാ കടകളും അടപ്പിക്കുന്നു. പോത്തീസ് ഉൾപ്പെടെയുള്ള വലിയ വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന പ്രവർത്തിക്കുന്നു. എടുത്തിരുന്നു. ഇപ്പോൾ പ്രതിഷേധം തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്ത് സൂചിപ്പിക്കുന്ന പോലെ പ്രതിഷേധക്കാർ വാഹനങ്ങൾ ഇപ്പോൾ വ്യാപകമായി തടയുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിന് ഇരുഭാഗത്തുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. പലരും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റ് ഓഫീസുകളിലേക്കുമൊക്കെ എത്തിയതാണ് ഈ വാഹനങ്ങളിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം പല വ്യാപാര സ്ഥാപനങ്ങളും ഷോപ്പുകളും സമരാനുകൂലികൾ അടപ്പിക്കുന്നുമുണ്ട്. ഈ പ്രതിഷേധത്തോടൊപ്പം തന്നെയാണ് സമരാനുകൂലികൾ ഇത്തരം സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധക്കാർ സമരാനുകൂലികൾ ഇപ്പോൾ സ്ഥാപനങ്ങൾ അടപ്പിക്കുകയാണ്. ഇതാ തിരുവനന്തപുരത്ത് നിന്നുള്ള മറ്റൊരു ദൃശ്യമാണ്. സമരാനുകൂലികൾ ഈ സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് കട ബലം പ്രയോഗിച്ച് ഷട്ടർ ഇട്ട് അടപ്പിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. തിരുവനന്തപുരത്തെ ഒരു ചായക്കട ബലം പ്രയോഗിച്ച് തന്നെ സമരാനുകൂലികൾ അടയ്ക്കുന്നു, അതിന്റെ ഷട്ടർ ഇടുന്നു എന്നതാണ്. അദ്ദേഹം KPMSന്റെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്നതാണ്. നേരത്തെ സമരാനുകൂലികൾ പറഞ്ഞത് നിർബന്ധിച്ച് സ്ഥാപനങ്ങൾ അടപ്പിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധമാണ് എങ്കിൽ ഇങ്ങനെ കട തുറക്കുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുമുണ്ട്. അരുൺ, എന്തായാലും ഈ ഷട്ടറൊക്കെ ഇടിപ്പിച്ച് അവർ ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പോലീസിന്റെ കൺമുന്നിൽ വെച്ചാണ് ഇത്തരം കടയൊക്കെ നിർബന്ധിച്ച് ഷട്ടർ ഇടിപ്പിക്കുന്നത് എന്നതും കൗതുകകരമാണ്. തീർച്ചയായിട്ടും ഇത് ഇവിടെ വീണ്ടും ആ കട നേരത്തെ നമ്മൾ ഷട്ടർ ഇട്ട ദൃശ്യങ്ങൾ കാണിച്ച കടയാണ്. അതിൻ്റെ അകത്ത് ആളുകളുണ്ട്. സമരക്കാർ വീണ്ടും ആ കടയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇത് വ്യാപാരി വ്യവസായി നേതാവിന്റെ കടയാണ്. CPM അനുകൂല സംഘടനാ നേതാവിന്റെ കടയാണ്. അതുകൊണ്ടാണ് അത്തരമൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നത്. ഈ കടയ്ക്കുള്ളിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ നിരവധി ആളുകൾ, ഇതൊരു ഹോട്ടലാണ്, നിരവധി ആളുകൾ ഇവിടെ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കടയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധം നടക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം. പോലീസ് സന്നാഹമുണ്ട്, പക്ഷേ പോലീസ് ഇതിൽ ഇടപെടുന്നില്ല. പോലീസ് സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കടയ്ക്കുള്ളിൽ പ്രതിഷേധം തുടരുകയാണ്. നിരവധി ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് കട അടയ്ക്കുന്നില്ല എന്ന് ചെയ്യുമായിരുന്നു, ചെയ്യുന്ന ആളാണ് ഞങ്ങൾ. ഈ സമരങ്ങൾക്കെല്ലാം നിങ്ങളെക്കാൾ വലിയ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ആരെങ്കിലും പറയേണ്ടത് ഒരു നോട്ടീസ് അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ടിട്ട് രാവിലെ കട അടക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കട അടക്കില്ല. എന്റെ കട അങ്ങനെ അടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അല്ല, നിങ്ങളുടെ അടുത്തുള്ള വിരോധമൊന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന സമരത്തിനോട് ഞാനും 100% യോജിക്കുകയാണ്. ഒരു സംശയമില്ല. നിങ്ങളുടെ സമരത്തോടൊപ്പം തന്നെ ഞാൻ എനിക്കറിയാം. സാറിനെ പോലുള്ള ആളുകൾ നമ്മളോട് സഹകരിക്കാനേ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾ ഇവിടെ പ്രകടനം നടത്തി, എല്ലാം ഉണ്ട്. ശരി, എന്തായാലും ഭക്ഷണം കഴിക്കാനൊക്കെ വന്ന കുട്ടികൾ ഉൾപ്പെടെ അവിടെ നമുക്ക് 2 കുട്ടികളടക്കം എന്താണിത് എന്നറിയാതെ കൗതുകത്തോടെയൊക്കെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വ്യാപാരിയൊക്കെ
സഹകരിക്കേണ്ടവരല്ലേ? എത്ര ദിവസമാണ് ന്യൂസിൽ മറ്റുള്ള എല്ലാത്തിലും ന്യൂസിൽ വന്നോണ്ട് അറിയിച്ചില്ലെന്ന് ന്യായത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കടയാണ് അടപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിന് നോട്ടീസ് പോലും നൽകാതെയാണ് സമരം ചെയ്യുന്നത് എന്നതാണ്. പക്ഷേ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ വന്നതാണ് എന്ന ചോദ്യം അവർ തിരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കട അടപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ഷട്ടറൊക്കെ വലിച്ചു താഴ്ത്തിയിരുന്നു. പക്ഷേ പിന്നീട് സമരക്കാരിപ്പോൾ പിന്തിരിയുന്നുണ്ട്. ഈ നിലയിലടക്കം കടകൾ അടപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം പ്രതിഷേധ മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കാണ് ആ പ്രതിഷേധ മാർച്ച് തുടരുകയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.